അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറയാനായിട്ടാണ് വന്നത്. രായമ്മയോടാണ് എനിക്ക് പറയാനുള്ളത്. രായമ്മ പറയുന്ന ഉടനെ അങ്ങ് ഭീഷണിക്കിട്ട് അകത്തോട്ട് ഒളിഞ്ഞിരിക്കുന്ന ആളല്ല. പിന്നെ എൻ്റെ വന്നങ്ങനെ വലിച്ചീറി ഒട്ടിക്കാനും വേണ്ടിയൊന്നും അത്രയൊന്നും നമ്മൾ വളർന്നിട്ടില്ല കേട്ടോ. അത്രയൊന്നും എൻ്റെ മുമ്പിൽ നിങ്ങൾ വളർന്നിട്ടില്ല. ഇതിനേക്കാൾ വലിയ കേസുകൾ കണ്ടതാണ്. ആണുങ്ങൾ ഇതിനേക്കാൾ വലിയ സോഷ്യൽ മീഡിയ തരംഗം കളിച്ച ആണുങ്ങൾ എൻ്റെ മുമ്പിൽ ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊന്നും വരില്ല. പിന്നെ കുറച്ച് ധൈര്യമൊക്കെ എനിക്കുണ്ട്. പിന്നെ ആണുങ്ങളെ അനുസരിക്കാത്ത സ്ത്രീകളോട് സംസാരിക്കാനും എനിക്കിഷ്ടമുള്ള കാര്യവുമല്ല. കാര്യം ഭർത്താവിനെ ആ കാശിന് വിലയില്ലാതെ വെറും ഒരു വേസ്റ്റായിട്ട് കാണുന്ന നിന്നെയൊക്കെ ആരാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നത്? പിന്നെ ഒരു സ്ത്രീയെ നിരന്തരം ചൂഷണം ചെയ്താൽ ഞാൻ ചോദിക്കും. ആര് ചോദിച്ചില്ലേലും ഞാൻ ചോദിക്കും. തെറ്റ് കണ്ട അന്നേരം ഞാൻ ചോദിക്കുകയും ചെയ്യും. അതിനുള്ള മറുപടി തരുകയും ചെയ്യും. അതിനു വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യും കേട്ടോ. അവരെന്നല്ല ആരെയായാലും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും നന്മയില്ലാത്ത സ്ത്രീയാണ്. നിങ്ങൾ ആർക്കൊരു സഹായം ആര് ചെയ്താലും അതെല്ലാം തെറ്റായിട്ട് കണ്ടുവരുന്ന സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് കണ്ടൻറ്റ് കൊണ്ടുവരാൻ അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങൾ ഇച്ചിരി കയറിപ്പോയി. അതെന്തോ ഒരു വലിയ കാര്യമാക്കി വെച്ച് വീണ്ടും വീണ്ടും അത് തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളടുത്ത് വരേണ്ട ഒരു കാര്യവും എനിക്കില്ല കേട്ടോ. ഞാൻ പോകുന്ന വെറും യാത്രകളും അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ ഇട്ടാൽ തന്നെ എനിക്ക് കയറിപ്പോകാൻ അറിയാം. നിങ്ങളെ വിമർശിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ വരാനുള്ള കാരണം തന്നെ നിങ്ങൾ നിരന്തരം ഒരാളെ ചൂഷണം ചെയ്യുന്ന കണ്ട ആരാ ചോദിക്കാത്തത്? നിങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഓരോന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതേ. അതിനൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ എൻ്റെ നാക്കുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളിനെ അനുഭവിച്ച് ഓരോ ദിവസവും ഓർക്കാനുള്ള അനുഭവം നിങ്ങൾക്ക് മുകളിലിരിക്കുന്ന സർവശക്തൻ നൽകിയിരിക്കും. അടുത്താണോ അധിക ദൂരെയെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ കരയും, അത് ഉറപ്പാണ്. ഞാനാണ് പറയുന്നത്, നിങ്ങൾ കരയും. ആ കരയാനൊരു അവസരം നിങ്ങൾക്ക് തരും. അവരെത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ആ പാവം മൊത്തം തീർന്നു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ അവരെ പറഞ്ഞ് സമൂഹത്തിന് വലിച്ചേച്ച് അവരുടെ പാവം മൊത്തം തീർന്നു. ഇനി നിങ്ങൾക്കാണ് ഊഴം. പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യ എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു കുഴപ്പമില്ല. നിൽക്കാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങളെക്കാൾ അന്തസ്സോടെയാണ് ജീവിക്കുന്നത് കേട്ടോ. നിങ്ങളെപ്പോലെ പച്ചിറച്ചി തിന്നും ആ സ്ത്രീയുടെ വരുമാനം കൊണ്ടൊന്നും അല്ല ജീവിക്കുന്നത് കേട്ടോ. ഇതിൽ അന്തസ്സ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ വൈകല്യം എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔദാര്യം എനിക്ക് വേണ്ട. വൈകല്യം യാതൊരു ഔദാര്യം. നിങ്ങളുടെ ഭർത്താവിനൊരു വൈകല്യമാണുള്ളതാണോ? ആ വൈകല്യം എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ കിടന്ന് പോരാടുന്നത്. എനിക്ക് വൈകല്യത്തോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ജന്മനാ വൈകല്യമുള്ള ആളല്ലായിരുന്നു കേട്ടോ. കഥകളൊക്കെ ഒരുപാട് വേറെ ഉണ്ട്. കുറേശ്ശെ ഈ ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ അറിയിക്കുക കേട്ടോ. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ അവരെ ഒരുപാട് ദ്രോഹിക്കാനായിട്ട് പോയാൽ അത് ഞാൻ ചോദിക്കും. അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹമോ അല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തവരൊക്കെ വന്നാൽ ഞാനും ചോദിക്കും. പറ്റിച്ച് അങ്ങനെ ആരെയും ജീവിക്കണ്ട. എൻ്റെ അറിവിൽ വന്നാലും ചോദിക്കും ഞാൻ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇല്ലരെ അങ്ങ് കയറി അങ്ങ് മിതയ്ക്കുമെന്ന് പറയാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. അങ്ങനെ മിതയ്ക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഞാൻ നിങ്ങളെ മുന്നിൽ വരാം. എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ നിരന്തരം തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 തവണ വന്ന ഒരാളെ ഈ വർഷത്തിൽ തന്നെ. എനിക്ക് നിങ്ങളെ വീട്ടിൽ വരാനോ അധികം നേരം ഒന്നും വേണ്ട. ബന്ധുക്കളൊക്കെയുള്ള തിരുവനന്തപുരം, വള്ളക്കടവ്, അതുപോലെ പൂന്തുറ, സുലൈമാൻ തെരുവ്, ഇതൊക്കെ എനിക്ക് ബന്ധുക്കളുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങളെങ്ങനെ പോയാലും നിങ്ങൾക്കും കൊള്ളാം. എന്തായാലും നല്ലൊരു സ്ത്രീയല്ല, അത് മനസ്സിലായി. പടച്ചവനെ പോലും ഭയമില്ലാതെ ജീവിക്കാൻ നിങ്ങളോട് സംസാരിക്കാനും ഞാൻ ആളല്ല. ഞങ്ങളൊക്കെ കുറച്ച് ഭയന്ന് ജീവിക്കുന്നവരാണ്. പിന്നെ അവരെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നെങ്കിലും പറഞ്ഞ് അവർ ഒരുപാട് പറഞ്ഞപ്പോൾ ചോദിച്ചത്. അതും കൊല്ലം ജില്ലയിലുള്ളതാണ് അവർ. ഞാനും ഒരു കൊല്ലം ജില്ലക്കാരിയാണ് കേട്ടോ. അവർ തിരുവനന്തപുരം ജില്ലയാണെങ്കിലും പാരിപ്പള്ളിയിലാണ്. അതിനും കുറച്ച് ഡിസ്റ്റൻസ് എൻ്റെ വീടിനുള്ളൂ.
കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവരുടേതും പിന്നെ നിങ്ങളുടേതും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നമ്മൾ സംസാരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് മാന്യമായ രീതി നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരാളെ കൊണ്ട് ജീവിക്കാനായിട്ട് പോകാൻ നിങ്ങൾക്കിനി ഒരിക്കലും രക്ഷയില്ല. അവസാന ഘട്ടത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്വന്തം കണ്ടൻറ്റും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെ ഒരു പേടി എനിക്കില്ല, എനിക്ക് യാതൊരു പേടിയില്ല നിങ്ങളെ. എനിക്ക് ചാനലും, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നേ എനിക്ക് ചാനലിൽ വരാം. 30 ദിവസം ഞാൻ വരില്ല. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഭയന്ന് ജീവിക്കുന്നവർ. നിങ്ങൾ ആ മാസത്തെ പോലും വെറുതെ വിറ്റ സ്ത്രീയല്ല. അതോടുകൂടി നിങ്ങളുടെ എല്ലാ മമതയും പോയി. എന്തോന്നാ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് മുകളിൽ ഇരിക്കുന്ന സർവശക്തനെ അറിയാം. ആർക്കാണ് എന്ന് മാത്രമേ അറിയാനുള്ളിന്. നിങ്ങൾ ചെയ്ത തെറ്റിനും ഫലം ആർക്കാ അനുഭവിക്കുന്നതെന്ന് ആരാണ് അറിയുന്നത്? അത്ര മാത്രം അറിഞ്ഞാൽ മതി. സർവശക്തി നിങ്ങളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പേരുടെ കണ്ണുനീര്, ഒരുപാട് പേരെ പ്രാക്ക്, ഒരുപാട് പേരെ നിങ്ങളുടെ കുത്തുവാക്കുകൾ കേട്ടോ, ഒരുപാട് പേരുടെ പ്രാക്കുകൾ ഒക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ കേട്ടോ. അത്രേ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൂ.